ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ്. അതുകൊണ്ട് മക്കളെ, ഇനി അങ്ങോട്ട് എഞ്ചിനീയറിംഗ് ഫാർമസി റിലേറ്റഡ് അഡ്മിഷനും ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ നോക്കുന്നവരാണ് എങ്കിൽ മടിക്കേണ്ട, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ അതിന്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഫുൾ ആണെങ്കിൽ ഒരു ഫർദർ സെക്കൻഡ് ലിങ്ക് ഉൾപ്പെടെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം, ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നലെ വൈകുന്നേരം 8 മണിക്ക് കീം വെബ്സൈറ്റിൽ വന്നതാണ്. അത് കാറ്റഗറി റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കൃത്യം 29-ാം തീയതി തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്തായാലും വരും. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള, അതായത് പ്രൊവിഷണൽ ആയിട്ടുള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ്, അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ വൈകിയാണെങ്കിലും ഇന്നലെ തന്നെ വന്നു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അത് നോക്കാം, അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ റാങ്കും ഏതൊക്കെ കോളേജുകളൊന്ന് സജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻ കേസ് നമ്മുടെ യൂട്യൂബിൽ റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് DM ചെയ്താൽ മതി. സമയത്തിനനുസരിച്ച് പറ്റുന്ന മാക്സിമം റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ലൈവ് സെഷനുകൾ, ഇപ്പോൾ ഈ ഒരു കോളേജ് പ്രഡിക്ഷൻ ആയാലും ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്തും ലൈവായിട്ട് വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അതുകൂടി ഒന്ന് കമന്റ് ചെയ്യുക. നോക്കാം, 2026 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ചവരുടെ വിവിധ കാറ്റഗറി കമ്മ്യൂണിറ്റി റാങ്കുകൾ, ഇപ്പോ ഫീസുകൾക്കും എന്നിവയ്ക്ക് അർഹതയായവരുടെ താൽക്കാലിക ലിസ്റ്റ് ആ കീം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക സംവരണം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സമർപ്പിച്ച പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തിയാണ് ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ സമയത്തും അതിനുശേഷം എഡിറ്റ് ഓപ്ഷനിലൊക്കെ നിങ്ങൾക്ക് OBCയിലാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അതിനെ വെച്ചിട്ടാണ് ഇവരിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് കാറ്റഗറി ലിസ്റ്റ് പ്രൊഫഷണൽ എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട പരാതികളാണെങ്കിൽ കീം ആപ്ലിക്കേഷൻ നമ്പർ, പേര് എന്നിവ ഉൾപ്പെടെ പ്രവേശന കമ്മീഷണറുടെ ഇമെയിൽ ആയിട്ടുള്ള ceek.info.ce@kerala, ഞാൻ ജസ്റ്റ് പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് ചേർക്കാം, kerala.gov.in നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂലൈ 2 രാത്രി 11:59 മണിക്കകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സമർപ്പിക്കാം. പരാതിയോടൊപ്പം സർട്ടിഫിക്കറ്റുകളോ അനുബന്ധ രേഖകളോ ഇമെയിൽ മുഖേന അയക്കാൻ പാടുള്ളതല്ല എന്നുകൂടി ഇവർ പറയുന്നുണ്ട്. യാതൊരു കാരണവശാലും പുതുതായി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അപേക്ഷകൾ ഇനി പുതുതായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു തരത്തിലുള്ള റിസർവേഷനോ കാറ്റഗറി ആനുകൂല്യങ്ങളോ കിട്ടുകയുമില്ല എന്നും പറയുന്നുണ്ട്. അവ പരിഹരിച്ച ശേഷം അന്തിമ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ ഭിന്നശേഷി, അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുമെന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കീം അതുപോലെ തന്നെ ഫാർമസി കുട്ടികളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ താൽക്കാലിക ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി അടുത്ത ഓപ്ഷൻ രജിസ്ട്രേഷൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചടപടയെന്ന് പറഞ്ഞു വരും. അപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് അറിയാൻ കുറച്ച് ഡിലേ ആയാലും നമ്മൾ ഈ ആഴ്ച തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഇന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരുമോ എന്ന് കണ്ടു തന്നെ അറിയണം, കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി നിങ്ങളുടെ ജനറൽ റാങ്ക് ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ സീരിയൽ നമ്പർ, ഇപ്പോൾ OBCയുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പോട്ടെ മുസ്ലിം കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങളുടെ സീരിയൽ നമ്പർ, ഫസ്റ്റ് നമ്പറാണ് കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ജനറൽ റാങ്കും കൊടുത്തിട്ടുണ്ടാകും. ഇതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, എങ്ങനെയാണ് അഡ്മിഷന് സഹായകരമാകുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ സംശയമാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ സ്റ്റിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. കംപ്ലീറ്റ് സപ്പോർട്ടിന് ഞങ്ങളുണ്ടാകും. സോ കോളേജ് ഒക്കെ ഏകദേശം എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് വെക്കുക. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. എല്ലാവിധ സപ്പോർട്ടും ലൈക്ക് ലാസ്റ്റ് റാങ്ക് അനാലിസിസ് ഉൾപ്പെടെ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.